മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 28ാമത്തെ ദിവസം, അതായത് ലാസ്റ്റ് ഡേ, 28ാമത്തെ ദിവസത്തിൽ അവസാന ഇത് കഴിഞ്ഞോ എന്നുള്ളതല്ല കേട്ടോ. ഇത് കഴിഞ്ഞാലാണ് നമുക്ക് അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ലാസ്റ്റ് ഡേ 28ാമത്തെ ദിവസം എന്താണ് നമ്മളോട് പറയുന്നത്? അങ്ങനെ തീരണ്ടാ തോന്നുന്നുണ്ടല്ലോ ഈ പ്രാക്ടീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇനിയും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോഴല്ലേ നമ്മൾ ആ ഒരു അലൈൻമെന്റിൽ എത്തിയ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതാണ് അലൈൻമെന്റ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു പവർ. ഇനിയും നിങ്ങൾ അലൈൻ ചെയ്യാണ്ട് ആ ഒരു ഇപ്പൊ നിങ്ങൾ കട്ട് റോഡ് നിന്നൊക്കെ കയറി ഒരു കോൺക്രീറ്റ് റോഡിലെത്തി. ഇനി നിങ്ങൾ ടാറിട്ട റോഡിൽ അങ്ങ് റൺവേയിൽ അങ്ങോട്ട് കയറണം. ആ റൺവേയിൽ അങ്ങ് കേറിയ പിന്നെ പിടിച്ചാൽ കിട്ടൂല, ഉറപ്പ് തന്നെ. അപ്പൊ 28ാമത്തെ ദിവസത്തെ പ്രാക്ടീസിൽ എന്താ നമ്മളോട് പറയാനുള്ളത്? ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ 1ാമത്തെ ദിവസം മുതൽ പോയി കാണണം കേട്ടോ. ഇന്ന് 28ാമത്തെ ദിവസമാണ്, ലാസ്റ്റ് ഡേ ആണ്. 28 ദിവസത്തെ മാജിക് പ്രാക്ടീസ് ആണ്. റോണ്ട ബേണിന്റെ സീക്രട്ടിലെ ദ മാജിക് എന്ന ബുക്കിൽ പ്രാക്ടീസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 28ാമത്തെ ദിവസം റിമെമ്പർ ദ മാജിക് ആണ്. നമ്മളെ ഓരോ മാന്ത്രികതയും നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ന് ഓർക്കാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് ഓർക്കാൻ പോകുന്നത്? നമുക്ക് ഓരോ ദിവസവും നല്ല ഭംഗിയുള്ള ദിവസം എഴുതുന്നുണ്ട്. രാവിലെ നമ്മൾ 10 അനുഗ്രഹങ്ങൾ എഴുതുന്നുണ്ട്. രാത്രി കിടക്കാൻ നേരത്ത് മാജിക് സ്റ്റോൺ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും ഓർത്തോർത്ത് താങ്ക് യു പറയാറുണ്ട്. ഇന്ന് എന്താണെന്നറിയോ? ഈ മാജിക് പ്രാക്ടീസിൽ നിങ്ങൾ ഈ മാജിക് സ്റ്റോൺ കയ്യിലെടുത്ത അനുഗ്രഹങ്ങൾ അന്നത്തെ ഡേ നടന്നതൊക്കെയല്ലേ പറയുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നലത്തെ ദിവസത്തിനെ ഓർത്തിട്ട് ആ ദിവസത്തിൽ നമുക്ക് ലഭിച്ച ചെറിയ കാര്യങ്ങൾ, ചെറിയൊരു പൊടിന്റെ അത്രയുള്ള പിടുക്ക് പോലുള്ള ചെറിയൊരു സംഭവങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഭയങ്കര സന്തോഷത്തോടുകൂടി ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണണം. ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാള് ഒരു എന്താണ് ഒരു രൂപന്റെ ഒരു മുട്ടായി കൊണ്ടു തന്ന, അല്ലെങ്കിൽ ഒരു എക്ലെയറോ, അല്ലെങ്കിൽ ഒരു എന്താണ് ബബിൾക്കോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കൊണ്ടു തന്ന, അല്ലെങ്കിൽ ഒരു മഞ്ച് കൊണ്ടു തന്ന, അല്ലെങ്കിൽ ഒരു കിക്കാറ്റ് കൊണ്ടു തന്നത്, അങ്ങനത്തെ ചെറിയൊരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ പപ്പ അങ്ങാടിയിൽ നിന്ന് വന്നപ്പോൾ ബാക്കിയുള്ള ചില്ലറ നമുക്ക് എടുത്ത് തന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും, ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആന്റി ആ കുഞ്ഞ് ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ആ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്രിയേറ്റീവ് ആയല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളുടെ ടൗണിൽ നിന്ന് എവിടെ നിന്ന് കണ്ടപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടിയതാവാം. എന്തുമായിക്കോട്ടെ, ചെറിയ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നല്ല ഫാമിലിന്റെ കൂടെ ഒരു യാത്രയ്ക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളെ ഇന്ന് കോൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഒരു ഡ്രസ്സ് അങ്ങനെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സാധനം നിങ്ങൾ ഫാമിലിയോട് കൂടി പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. എന്ത് തന്നെ ആയിക്കോട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള ഇന്നലെ നടന്ന എല്ലാ സംഭവങ്ങളെയും ഓർത്തുകൊണ്ട് താങ്ക് യു എന്ന് പറയാ എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. എങ്ങനെയാന്ന് വെച്ചാല്, നമ്മളെ ലൈഫിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഓർക്കുന്ന കാര്യങ്ങൾ, ഓർക്കാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നലത്തെ ഡേ നിങ്ങൾ ഓർക്കുന്ന സമയത്ത്, ഇന്നലത്തെ ഡേയിൽ നിങ്ങൾക്ക് സംഭവിച്ച പല കാര്യങ്ങളെയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് ചില സമയത്ത് നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കില്ല നിങ്ങൾ അതിനെ ഓർക്കുന്നത്. അങ്ങനെ ആ ഒരു സീരിയസ്നെസ്സിൽ ആ ചെറിയ കാര്യത്തിനെ തന്നെ നമ്മൾ വലിയതാക്കിയിട്ട് നമ്മൾ അതിനെ ഓർത്തുകൊണ്ട് താങ്ക് യു പറയാം. അപ്പൊ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇന്നലത്തെ ഡേനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആ ഇന്നലത്തെ ഡേനെ നിങ്ങൾ ഓർക്കുന്ന സമയത്ത് ഇന്നലത്തെ ഡേയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആ ഇന്നലത്തെ ഡേ എഴുന്നേറ്റത് മുതൽ നമ്മൾ രാവിലെ അലാം അടിഞ്ഞപ്പോൾ തന്നെ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കാൻ പറ്റി.
പെട്ടെന്ന് തന്നെ നല്ല ഉറക്കത്തിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റി. എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്നത്തെ ഡേ നല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ നമുക്ക് സമ്മാനിച്ചില്ല യൂണിവേഴ്സ്. അപ്പൊ നല്ല സന്തോഷത്തോടു കൂടി കണ്ണ് തുറന്ന് ഇന്നത്തെ ഒരു ഡേ എനിക്കൊരു പുതിയൊരു ദിവസം കൂടെ പുതിയൊരു ജീവിതം കൂടെ എനിക്ക് തന്നു. നോക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. കണ്ണടച്ച് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും ഇത് എഴുതി വെക്കണം കേട്ടോ. ഓരോന്ന് റിമെമ്പർ ചെയ്ത് ഓർത്ത് എഴുതി വെക്കണം. ഇന്നലത്തെ ഡേ ചെറിയ കാര്യങ്ങൾ വരെ. എഴുന്നേറ്റ് നിന്നപ്പോൾ അതിന്റെ കാലുകൾക്കൊക്കെ നല്ല ബലമുണ്ട്, ആരോഗ്യമുണ്ട്, എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ഓ പവർഫുൾ, ഐ ആം ഹെൽത്തി, താങ്ക് യു. നല്ലൊരു ഹെൽത്ത് എനിക്ക് ഇന്നും കൂടെ ഒരു പുതിയൊരു ആരോഗ്യം എനിക്ക് തന്നതിന് താങ്ക് യു. പവർഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡേ തന്നു. എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തന്നിട്ടുണ്ട്, അപ്പൊ നല്ല വെള്ളം കിട്ടി. ഓ എനിക്ക് നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ഫേസ് കണ്ണാടിയിൽ നോക്കി വാഷ് ചെയ്ത സമയത്ത് അത് നല്ല ഗ്ലോ ആയിട്ടുണ്ട്, താങ്ക് യു. ബ്രഷ് ചെയ്യാൻ പറ്റി, നല്ല കോൾഗേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് നല്ല ബ്രഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല വാഷ് ചെയ്ത് എനിക്ക് നല്ല ഫ്രഷ് ചെയ്ത് നല്ല മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തു. നമ്മൾ ഇന്ന് രാവിലെ കാണുന്ന നമ്മളെ പ്രാക്ടീസ് ഇല്ലേ, മോർണിംഗ് റിച്വൽസ്, നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റി, ഹോപ്പനപ്പനോ ചെയ്യാൻ പറ്റി, നമ്മളെ മോർണിംഗ് ക്ലാസ് കേൾക്കാൻ പറ്റി, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി, ഗ്രൂപ്പിന്റെ കൂടെ ഓൺ ടൈമിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അതാണ് ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഡേ പവർഫുൾ ആയിട്ടുള്ള ഓരോ നിങ്ങൾ ഇന്നത്തെ ഡേയിൽ നിങ്ങൾ നടന്ന എല്ലാ കാര്യം എന്റെ ദിവസം പോലെ അല്ല നിങ്ങളെ ദിവസം. അപ്പൊ നിങ്ങൾ ഇന്നലത്തെ ഡേ തുടങ്ങിയത് മുതൽ അതുവരെ നമ്മൾ ഒരുമിച്ചായിരിക്കില്ലേ, എഴുന്നേറ്റത് മുതൽ ഒരുമിച്ചല്ല, മോർണിംഗ് ക്ലാസ് നമ്മൾ ഒരുമിച്ചായിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഡേയിൽ നിങ്ങൾക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർക്കുക. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓർക്കുക. കിച്ചണിൽ നിങ്ങൾക്ക് യഥേഷ്ടം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി പിന്നെ ജെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പോയിട്ടുണ്ടാവും, ഓടാൻ പോയി, മോർണിംഗ് വാക്കിന് പോയപ്പോൾ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടാവും, ഇന്ന് നല്ലൊരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും, ഇന്ന് ബിസിനസ് ഡീലിങ്സ് പുതിയ ഡീലിങ്സ് വന്നിട്ടുണ്ടാവും, കരിയറിൽ പുതിയ ആളുകൾ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവും. ഇനി എംപ്ലോയീസ് ആണെങ്കിൽ അവർ പുതിയ സ്റ്റാഫ്, അവർക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, അവരുടെ മാനേജേഴ്സ് അവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. ഓൺ ടൈമിൽ ബസ് കിട്ടി, ഓഫീസിൽ എത്താൻ പറ്റി, പഞ്ച് ചെയ്യാൻ പറ്റി, ഓൺ ടൈമിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി, തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ഒരു ഹാപ്പി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, പർച്ചേസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി, നിങ്ങൾ വിചാരിച്ച ആളുകളെ കോൾ ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് നല്ലൊരു മെയിൽ വന്നു, അല്ലെങ്കിൽ നല്ല പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചൊരു സംഭവം ഇന്ന് നിങ്ങൾക്ക് നടന്നു, നിങ്ങൾ വിചാരിച്ച ഒരു ന്യൂസ് നിങ്ങൾ കേട്ടു, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചാരിറ്റി ചെയ്യാനോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാകും, അത് ചെയ്യാൻ പറ്റി, പർച്ചേസ് ചെയ്യാൻ പറ്റി, നിങ്ങൾ നല്ല ഹെൽത്ത് ചെക്കപ്പ് അല്ലെ ഹെൽത്ത് നിങ്ങൾ ഓക്കെ ആയി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ബ്യൂട്ടീനെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് സെൽഫ് ലവ് സെൽഫ് കെയർ ചെയ്യാൻ പറ്റി. അങ്ങനെ നിങ്ങൾ വിചാരിച്ച ചെറിയത് മുതൽ വലിയ എല്ലാ കാര്യങ്ങളും ഓർത്ത് എന്ത് ചെയ്യാം, താങ്ക് യു പറയാം. മനസ്സിലായോ? ഓരോ കാര്യങ്ങളും പതുക്കെ ഓർത്ത് താങ്ക് യു ഓരോന്ന് ഓർത്തിട്ട് നിങ്ങൾ മനസ്സിൽ എന്ത് പറയണം, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു, എനിക്കിത് തന്നല്ലോ അതിന് താങ്ക് യു, ഇന്നത്തെ ദിവസം എനിക്ക് ഇത് ലഭിച്ചു, താങ്ക് യു, എനിക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നെഞ്ചത്ത് തേച്ച് ഹൃദയം തൊട്ട് ഓരോന്ന് എഴുതി വെച്ചത് എടുത്തെടുത്ത് താങ്ക് യു പറയാം. മനസ്സിലായോ? എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളെയും ഓർത്തെടുത്ത് താങ്ക് യു പറയാം. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. നമ്മളെ ജീവിതത്തിൽ അനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഓരോ പ്രാക്ടീസും നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എത്രത്തോളം, ഞാൻ എന്നും പറയുന്നതാണ്, നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ചെറിയ കാര്യത്തിന് വരെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നു, അത്രത്തോളം നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഡേ പ്രാക്ടീസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റു, നമുക്ക് അനുഗ്രഹങ്ങൾ പറയേണ്ട 10 അനുഗ്രഹങ്ങളെ ലിസ്റ്റ് നമ്മൾ എഴുതി ഓരോന്നും എടുത്ത് നിങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ മൊത്തം 28 ദിവസം 280 അനുഗ്രഹങ്ങൾ പറഞ്ഞു തന്നു. ഓരോ ദിവസം 10 എണ്ണം വീതാണല്ലോ. അപ്പൊ രാവിലെ എന്നും 280 എണ്ണം നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു തീർന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക്
ഇന്നത്തെ അനുഗ്രഹം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഇന്നലെ നടന്ന നിങ്ങൾക്ക് ചെറുത് മുതൽ വലിയ എല്ലാ കാര്യങ്ങളും ഓർത്തോർത്തോർത്ത് ഈ ഇന്നലത്തെ മൊത്ത കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുക. എഴുതിയിട്ട് ഓരോന്നും വായിച്ച് ഓർത്തിട്ട് മനസ്സിൽ തൊട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓർത്തെടുത്തിട്ട് താങ്ക് യു പറയാ എന്നുള്ളതാണ്. അപ്പൊ ഓരോന്നും ഓർക്കുമ്പോൾ മനസ്സിൽ താങ്ക് യു പറയണം. നന്നായിട്ട് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകാൻ പറ്റും അത്രത്തോളം നിങ്ങൾ നന്ദി പറയണം. പിന്നെ നിങ്ങൾക്ക് ഇത് എന്നും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാട്ടോ. അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എഴുതിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് ഓരോന്ന് കുറിച്ചിട്ടിട്ട് അങ്ങനെ പറയാൻ ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ മാത്രം അതിനെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം തൊട്ട് നന്ദി പറയാ എന്നുള്ളതാണ്. പിന്നെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ മാജിക് സ്റ്റോൺ കയ്യിലെടുത്തിട്ട് ഇന്നത്തെ ദിവസം ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും താങ്ക് യു പറയാം. മനസ്സിലായോ? നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ അമേസിങ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ലഭിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര അനുഗ്രഹങ്ങൾ, സമ്പത്ത്, നമ്മൾ ആരോഗ്യം, കരിയർ, ബിസിനസ്, ഹാപ്പിനെസ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് ഒഴുകി ഒഴുകി എത്തും എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ 28 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയി ഹാപ്പിയായി നല്ല 28ാമത്തെ ദിവസം നമ്മൾ നമ്മളെ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞു നമുക്ക് ലഭിച്ച ഇതുവരെ സംഭവിച്ച കുറെ മിറാക്കിൾസ് ഉണ്ടാവില്ലേ ഓരോരുത്തർക്കും. ഈ മിറാക്കിൾസ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ച് വീണ്ടും വീണ്ടും ഗ്രേറ്റ്ഫുൾ ആവുക. നിങ്ങൾ എല്ലാ ദിവസവും ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ ഒന്നാമത്തെ പ്രാക്ടീസ് മുതൽ ഇനിയും കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രാക്ടീസിലേക്ക് കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ നമ്മൾ ലെവൽ 1 ജോയിൻ ചെയ്യുക. ലെവൽ 1ലേക്ക് വരുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ആ റൺവേയിൽ കയറിയ പിന്നെ ഫ്ലൈറ്റ് എങ്ങനെയാണോ പോകുന്നത് അതേ സ്പീഡിൽ പോകാനുള്ള പവർഫുൾ ടൂൾസ് ആണ് നമ്മളെ ലെവൽ 1ലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ലെവൽ 1ലേക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താഴെയുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നമുക്ക് അമേസിങ് ആയിട്ടുള്ള പ്രാക്ടീസും റിസൾട്ടും ഒക്കെ നടത്തിയിട്ട് നമ്മളെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും പവർഫുൾ ടൂൾസും പ്രാക്ടീസും ആണ് നമ്മൾ അവിടെയൊക്കെ നൽകുന്നത്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരിക. ഓക്കെ, അപ്പൊ നല്ല ഗ്രേറ്റ്ഫുൾ ആവുക. നിങ്ങളുടെ ലൈഫിൽ ഓരോന്നിനും നിങ്ങൾ നന്ദി അർപ്പിക്കുക. ഇതിൽ ഓരോ പ്രാക്ടീസും നിങ്ങൾക്ക് വേണ്ടപ്പെടുത്തി യൂസ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഫീഡ്ബാക്കിലേക്ക് കിടക്കാം. ഓരോരുത്തരും പറയുന്ന ഫീഡ്ബാക്ക് കുറച്ച് പേർക്കേ പറയാൻ അവസരം തരുന്നുള്ളൂ. ആ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നടന്ന കാര്യങ്ങളും ടിക്കറ്റതൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളവർക്ക് പറയാനുള്ള ഒരു അവസരം കൂടെ തരാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.